ബിഗ് ബോസ് ഹൗസിലെ ആസ്ഥാന കള്ളനായ നെവിൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന തക്കാളി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ബിഗ് ബോസിനെ കാണിക്കുകയാണ് നമ്മുടെ ശരത്തപ്പാനി. ബിഗ് ബോസിനോട് പറയാണ്, ദേ ഇത് കണ്ടില്ലേ, ഇത് നെവിൻ അടിച്ചു മാറ്റിയ തക്കാളിയാണ്, ഇതൊരു ബോക്സിൽ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു, ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സ്ഥിരം ആപ്പിളും തക്കാളിയൊക്കെ മോഷ്ടിക്കുന്നത് നെവിനാണ്. അപ്പോൾ താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവാണ്. പിന്നെ കാണിക്കുന്നത് ഷാനവാസും അപ്പാനിയും ബിന്നിയും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ നെവിൻ തക്കാളി നോക്കുകയാണ്. തക്കാളി കണ്ടിട്ടില്ല ആൾ, തക്കാളി നഷ്ടപ്പെട്ടത് അറിഞ്ഞു. എൻ്റെ തക്കാളി ആരാ എടുത്തത്? എനിക്കിപ്പോൾ അറിയണം എൻ്റെ തക്കാളി ആരാ എടുത്തത്. എൻ്റെ തക്കാളി എടുത്തവന് മോർണിംഗ് ടാസ്ക് ചെയ്യാൻ പറ്റാതെ അവൻ്റെ കൈയൊക്കെ വളഞ്ഞ് ചുരുങ്ങി ഇങ്ങനെ ഇരിക്കണേ എൻ്റെ തക്കാളി ഭഗവതി എന്നൊക്കെ വലിയൊരു ശാപമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ശരത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളെൻ്റെ എൻ്റെ തക്കാളി എടുത്തത്? നിങ്ങളാവാൻ വഴിയില്ല, ഏതോ ഒരു കുറുനരിയാണ് എടുത്തിരിക്കുന്നത്. ആ കുറുനരിയുടെ വാൽ ആ തക്കാളിയുടെ ഇടയിൽപ്പെട്ട് വളഞ്ഞു നൂരിന് തേഞ്ഞു പോണേ. ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ട് നേരെ ഷാനവാസിൻ്റെ അടുത്ത് എന്ന് പറയാം, സത്യം പറ, നിങ്ങളല്ലേ, നിങ്ങളുടെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്, നിങ്ങൾ തന്നെയായിരിക്കും തക്കാളി എടുത്തിരിക്കുന്നത്, അഭിനയിക്കാനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് അവസാനം നടന്ന് ശരത്തപ്പാനിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നിങ്ങൾ തന്നെയാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് എൻ്റെ മുമ്പിലിരുന്ന് ആക്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് തക്കാളി എടുത്തതെന്ന്. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും വഴക്കും മടിയും മാത്രം പോരാന്നേ, ഈ സ്ട്രെസ്സും ടെൻഷനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും ടാസ്കും ഡെയിലി ഡ്യൂട്ടീസും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള നിമിഷങ്ങൾ കിട്ടുമ്പോൾ കണ്ടസ്റ്റൻസിനും അതൊരു ആശ്വാസമായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആക്റ്റീവായിട്ട് നിൽക്കുന്ന 4 കണ്ടസ്റ്റൻസാണ് ഇവരെല്ലാവരും. അപ്പാനി ശരത്താവട്ടെ, വിന്നി ആവട്ടെ, ഷാനവാസ് ആവട്ടെ, ഇപ്പോൾ നെവിനും ആവട്ടെ. എന്തായാലും ഇവരുടെ രസകരമായ മുഹൂർത്തങ്ങളുമായി വീണ്ടും കാണാം.